Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് മാഡിസൺ. എൻ്റെ പേര് മാഡിസൺ എന്നാണ്. ഐ ആം 35 years ഓൾഡ്. എനിക്ക് 35 വയസ്സായിട്ടുണ്ട്. ഐ ഹാവ് എ ഹസ്ബൻഡ്. എനിക്കൊരു ഭർത്താവുണ്ട്. ഹിസ് നെയിംസ് ഹാറോൾഡ്. അദ്ദേഹത്തിൻ്റെ പേര് ഹാറോൾഡ് എന്നാണ്. ഹീസ് 39 years ഓൾഡ്. അദ്ദേഹത്തിന് 39 വയസ്സുണ്ട്. വി ഹാവ് ബീൻ മാരീഡ്. ഞങ്ങൾ വിവാഹിതരാണ് ഫോർ 9 years. 9 വർഷത്തോളമായി ഞങ്ങൾ വിവാഹിതരാണ്. വി ഹാവ് ഞങ്ങൾക്കുണ്ട് 2 beautiful children. മനോഹരമായ സുന്ദരന്മാരായ 2 കുട്ടികൾ ഞങ്ങൾക്ക് ഉണ്ട്. ഐ ലവ് ഞാൻ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ ഫാമിലി വെരി മച്ച്. ഞാൻ എൻ്റെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നു. വളരെ നന്നായി ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. മൈ ഹസ്ബൻഡ് ആൻഡ് ഐ. ഞാനും എൻ്റെ ഭർത്താവും ഞാനും ബോത്ത് രണ്ടുപേരും വർക്ക്. ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഭർത്താവും ഞാനും ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു. ഹി വർക്ക്സ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് അറ്റ് എ കൺസ്ട്രക്ഷൻ കമ്പനി. അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഹി വർക്ക്സ് ലോങ് അവേഴ്സ് അറ്റ് ഹിസ് ജോബ്. ലോങ് അവേഴ്സ് എന്നാൽ ദീർഘനേരം. അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജോലി ദീർഘനേരം നീണ്ട മണിക്കൂറുകളോളം അദ്ദേഹം ചെയ്യുന്നു. ഐ വർക്ക് ഞാൻ ജോലി ചെയ്യുന്നത് ആസ് എ സെക്രട്ടറി ഇൻ എ ലാർജ് ഓഫീസ്. ഒരു വലിയ ഓഫീസിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഐ ആം ടയേർഡ് ഓൾ ദ ടൈം. എനിക്ക് എല്ലായ്പ്പോഴും ക്ഷീണമാണ്. ഓൾ ദ ടൈം എന്നാൽ എല്ലായ്പ്പോഴും എപ്പോഴും. അറ്റ് ഹോം വീട്ടിൽ. വി ബെയർലി ടോക്ക് എനി മോർ. അറ്റ് ഹോം വീട്ടിൽ. വി ബെയർലി ടോക്ക്. ബെയർലി എന്നാൽ വളരെ കുറച്ച് എന്നുള്ള അർത്ഥമാണ്. ടോക്ക് എന്നാൽ സംസാരിക്കുക. എനിമോർ എന്നാൽ ഇപ്പോൾ. ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ. നോട്ട് ബിക്കോസ് അതുകൊണ്ടല്ല. നോട്ട് ബിക്കോസ് വി ആർ ആംഗ്രി. ഞങ്ങൾ ദേഷ്യത്തിലല്ല. ഞങ്ങൾ പരസ്പരം ദേഷ്യത്തിലല്ല. അതുകൊണ്ടല്ല ഞങ്ങൾ കൂടുതൽ സംസാരിക്കാത്തത്. ബട്ട് ബിക്കോസ് പക്ഷേ എന്താണ് കാരണം ഇതാണ്. വി ആർ എക്സോസ്റ്റഡ് ഫ്രം വർക്ക്. എക്സോസ്റ്റഡ് എന്നാൽ ക്ഷീണിച്ച എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാകും. അത് കാരണമാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കാത്തത്. അല്ലാതെ ഞങ്ങൾ ദേഷ്യത്തിലായത് കൊണ്ടല്ല. ഐ ഹാവ് വൺ പ്രോബ്ലം. എനിക്കൊരു പ്രശ്നമുണ്ട്. ഐ ഹാവ് എന്നാൽ എനിക്ക് ഉണ്ട്. വൺ പ്രോബ്ലം ഒരു പ്രശ്നം എനിക്കുണ്ട്. മൈ ബോസ് മിസ്റ്റർ ഗ്രേഗ് ഗീവ്സ് മീ. അദ്ദേഹം എൻ്റെ മുതലാളിയായിട്ടുള്ള മിസ്റ്റർ ഗ്രേഗ് ഗീവ്സ് മീ എനിക്ക് നൽകാറുണ്ട് മോർ വർക്ക് കൂടുതൽ ജോലികൾ ദാൻ എനിവൺ എൽസ്. എനിവൺ എൽസ് എന്നാൽ മറ്റാരെക്കാളും. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും ഉപരി കൂടുതൽ ജോലി എൻ്റെ മുതലാളിയായിട്ടുള്ള മിസ്റ്റർ ഗ്രേഗ് എനിക്ക് നൽകാറുണ്ട്. ഹി ടെൽസ് മീ. അദ്ദേഹം എന്നോട് പറയാറുണ്ട് ടു സ്റ്റേ ലേറ്റ് ഓൾമോസ്റ്റ് എവറി നൈറ്റ്. ഹി ടെൽസ് മീ എന്നാൽ അദ്ദേഹം എന്നോട് പറയാറുണ്ട്. ടു സ്റ്റേ ലേറ്റ് വൈകി നിൽക്കാൻ, വൈകി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ വൈകി വരെ തുടരാൻ. ഇതൊക്കെയാണ് അർത്ഥം. ഓൾമോസ്റ്റ് എവറി നൈറ്റ് മിക്കവാറും എല്ലാ രാത്രികളിലും വൈകി വരെ ജോലിയിൽ തുടരാൻ അദ്ദേഹം എന്നോട് പറയാറുണ്ട്. ഹി സേയ്സ് അദ്ദേഹം പറയുന്നു. ഹി സേയ്സ് ദ ഡെഡ് ലൈൻസ് ആർ ഏർജൻറ്റ്. ഏർജൻറ്റ് എന്നാൽ തിടുക്കമുള്ള എന്നുള്ള അർത്ഥമാണ്. ഡെഡ് ലൈൻസ് എന്നാൽ സമയപരിധികൾ എന്നുള്ള അർത്ഥമാണ്. സമയപരിധികൾ വളരെ അടിയന്തരമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതായത് ആ ജോലി ചെയ്തു തീർക്കാനുള്ള സമയം വളരെ പരിമിതമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ട്. ജോലി സമയത്തിനുള്ളിൽ ഉടൻ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഹി സേയ്സ് അദ്ദേഹം പറയാറുണ്ട്. ഐ ആം ദി ഓൺലി വൺ ഹി ട്രസ്റ്റ്സ്. ഹി ട്രസ്റ്റ്സ് എന്നാൽ അദ്ദേഹം വിശ്വസിക്കുന്ന. ഐ ആം ദ ഓൺലി വൺ എന്നാൽ ഞാൻ മാത്രമാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്.
സംടൈംസ് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഹി സ്റ്റേസ് ഇൻ ഹിസ് ഓഫീസ് ഡ്രിങ്കിങ്. ഡ്രിങ്കിങ് എന്നാൽ മദ്യപിച്ചുകൊണ്ട്. ചില സമയങ്ങളിൽ മദ്യപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിക്കാറുണ്ട്. ഹി സ്റ്റേസ് എന്നാൽ അദ്ദേഹം ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കാറുണ്ട്, നിൽക്കാറുണ്ട്, ഇതൊക്കെയാണ് അർത്ഥം. സംടൈംസ് ചിലപ്പോൾ ഹി ഫാൾസ് അസ്ലീപ് അറ്റ് ഹിസ് ഡെസ്ക് വൈൽ ഐ ആം സ്റ്റിൽ ദർ ടൈപ്പിംഗ് ഡോക്യുമെൻറ്റ്സ്. ഹി ഫാൾസ് അസ്ലീപ് എന്നാൽ അദ്ദേഹം ഉറങ്ങിപ്പോകാറുണ്ട്. അറ്റ് ഹിസ് ഡെസ്ക് അദ്ദേഹത്തിൻ്റെ മേശയ്ക്കരികിൽ. വൈൽ അതേസമയം. വൈൽ ഐ ആം സ്റ്റിൽ ദർ ഞാൻ അപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത്. ടൈപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് രേഖകൾ ടൈപ്പ് ചെയ്തുകൊണ്ട്. ചില സമയങ്ങളിൽ ഞാൻ അവിടെ ഇരുന്ന് രേഖകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മേശയിൽ ഉറങ്ങിപ്പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മേശയ്ക്കടുത്ത് അദ്ദേഹം ഉറങ്ങിപ്പോകാറുണ്ട്. ഐ വാച്ച് ദ ക്ലോക്ക് മൂവ്. ക്ലോക്കിലെ സമയം മാറുന്നത് ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ഐ തിങ്ക് ഞാൻ ചിന്തിക്കാറുണ്ട്. എബൌട്ട് മൈ ചിൽഡ്രൻ ഈറ്റിംഗ് ഡിന്നർ വിത്തൗട്ട് മീ. ഐ തിങ്ക് അബൌട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എബൌട്ട് മൈ ചിൽഡ്രൻ ഈറ്റിംഗ് ഡിന്നർ വിത്തൗട്ട് മീ. വിത്തൗട്ട് മീ എന്നാൽ ഞാൻ ഇല്ലാതെ. മൈ ചിൽഡ്രൻ ഈറ്റിംഗ് ഡിന്നർ വിത്തൗട്ട് മീ ഞാനില്ലാതെ എൻ്റെ കുട്ടികൾ അത്താഴം കഴിക്കുന്നത്. മൈ ഹസ്ബൻഡ് വെയിറ്റിംഗ് എൻ്റെ ഭർത്താവ് കാത്തിരിക്കുന്നത്. സേയിങ് നത്തിങ് ഒന്നും പറയാതെ. ഞാനില്ലാതെ എൻ്റെ കുട്ടികൾ അത്താഴം കഴിക്കുന്നതും എൻ്റെ ഭർത്താവ് ഒന്നും പറയാതെ എന്നെ കാത്തിരിക്കുന്നതും ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. സേയിങ് നത്തിങ് എന്നാൽ ഒന്നും പറയാതെ. മെനി ടൈംസ് ഒരുപാട് പ്രാവശ്യം. ഐ തിങ്ക് അബൌട്ട് ക്വിറ്റിംഗ്. ക്വിറ്റ് എന്നാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ജോലി ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. മെനി ടൈംസ് ഐ തിങ്ക് അബൌട്ട് ക്വിറ്റിംഗ്. ഒരുപാട് തവണകളായിട്ട് ഞാൻ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷേ ദെൻ ആ സമയത്ത്. ഐ തിങ്ക് അബൌട്ട് റെൻറ്റ്. ആ സമയത്ത് ഞാൻ വാടക നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. റെൻറ്റ് എന്നാൽ വാടക നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. സ്കൂൾ ഫീസ് സ്കൂളിലെ ഫീസുകളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് ഗ്രോസറീസ് എന്നാൽ പലചരക്ക് വസ്തുക്കൾ. വീട്ടിലേക്കുള്ള പലചരക്ക് വസ്തുക്കൾ വാങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അതുപോലെ വാടക നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത്. സോ ഐ സ്റ്റേ അതുകൊണ്ടാണ് ഞാൻ തുടരുന്നത്, എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല സമയത്തും ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം. മിസ്റ്റർ ഗ്രേഗ് ആസ്ക്ഡ് മീ മിസ്റ്റർ ഗ്രേഗ് എന്നോട് ആവശ്യപ്പെട്ടു. ടു സ്റ്റേ നിൽക്കാൻ. ടു സ്റ്റേ വെരി ലേറ്റ്. വെരി ലേറ്റ് എന്നാൽ വളരെ വൈകി. ടു സ്റ്റേ എന്നാൽ തുടരാൻ, അവിടെ നിൽക്കാൻ. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം എന്നോട് വളരെ വൈകി വരെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഹി സെഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഹാഡ് ടു ബി പ്രിപ്പേർഡ്. ഹാഡ് ടു ബി പ്രിപ്പേർഡ് എന്നാൽ തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. പ്രധാനപ്പെട്ട രേഖകൾ തയ്യാറാക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അവിടെ വൈകി വരെ ജോലി ചെയ്യണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം അതിന് ആവശ്യപ്പെട്ടു. ഹാഡ് ടു ബി പ്രിപ്പേർഡ് എന്നാൽ തയ്യാറാക്കപ്പെടേണ്ടതുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഹി പോഡ് അദ്ദേഹം ഒഴിച്ചു. പോർ എന്നാൽ ഒഴിക്കുക. ഹി പോഡ് അദ്ദേഹം ഒഴിച്ചു. ഹിംസെൽഫ് അദ്ദേഹത്തിന് വേണ്ടി തന്നെ അദ്ദേഹം ഒഴിച്ചു. അനദർ ഡ്രിങ്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറ്റൊരു മദ്യം കൂടെ ഒഴിച്ചു. വീണ്ടും മദ്യം ഒഴിച്ചു. ഐ കെപ്റ്റ് വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അറ്റ് വൺ പോയിന്റ് ഒരു സമയം എത്തിയപ്പോൾ. ഹി പാസ്ഡ് ഔട്ട്. പാസ് ഔട്ട് എന്നാൽ മയങ്ങി വീഴുക, ബോധം കെട്ട് വീഴുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി പാസ്ഡ് ഔട്ട് അദ്ദേഹം മയങ്ങി വീണു. ഓൺ ദ സോഫ ഇൻ ഹിസ് ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സോഫയിൽ അദ്ദേഹം മയങ്ങി വീണു. പാസ്ഡ് ഔട്ട് മയങ്ങി വീണു. ഐ കവേർഡ് ഞാൻ പൊതിഞ്ഞു. കവർ എന്നാൽ പൊതിയുക. ഐ കവേർഡ് ഹിം ഞാൻ അദ്ദേഹത്തെ പൊതിഞ്ഞു. വിത്ത് എ കോട്ട് ആൻഡ് കണ്ടിന്യൂഡ് വർക്കിംഗ് ഒരു കോട്ട് എടുത്തു ഞാൻ അദ്ദേഹത്തെ പൊതിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂഡ് വർക്കിംഗ് ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ദാറ്റ് നൈറ്റ് അന്ന് രാത്രി. ഐ ക്രൈഡ് ഞാൻ കരഞ്ഞു. ഐ ക്രൈഡ് ഓൺ ദ ബസ് ഹോം വീട്ടിലേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ അന്ന് രാത്രി കരഞ്ഞു.
എ വീക്ക് ലേറ്റർ, ഒരു ആഴ്ചക്ക് ശേഷം, മിസ്റ്റർ ഗ്രേഗ് കോൾഡ് മീ, മിസ്റ്റർ ഗ്രേഗ് എന്നെ വിളിച്ചു, ഇൻ ടു ഹിസ് ഓഫീസ് അഗെയിൻ, അഗെയിൻ എന്നാൽ വീണ്ടും. ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ ഗ്രേഗ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ വീണ്ടും വിളിച്ചു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ദർ വാസ് എ 3-day കോൺഫറൻസ് ഇൻ ചിക്കാഗോ. കോൺഫറൻസ് എന്നാൽ സമ്മേളനം. 3 ദിവസത്തെ സമ്മേളനം ചിക്കാഗോയിലുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഐ ഹാഡ് ടു ഗോ വിത്ത് ഹിം, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകേണ്ടതുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഐ ഫ്രോസ്, ഞാൻ മരവിച്ചു പോയി. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഐ സെഡ്, ഐ നീഡഡ് ടു തിങ്ക്, ഞാൻ പറഞ്ഞു, എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട്, എനിക്ക് ആലോചിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹി മെൻഷൻഡ്, അദ്ദേഹം സൂചിപ്പിച്ചു. മെൻഷൻ എന്നാൽ സൂചിപ്പിക്കുക. ഹി മെൻഷൻഡ്, അദ്ദേഹം സൂചിപ്പിച്ചു. എ പ്രൊമോഷൻ. ഹി മെൻഷൻഡ് എ റൈസ്. ഇവിടെ റൈസ് എന്നതിനർത്ഥം ശമ്പള വർധനവ് എന്നുള്ള അർത്ഥമാണ്. പ്രൊമോഷനെക്കുറിച്ചും ശമ്പള വർധനവിനെക്കുറിച്ചും അദ്ദേഹം മെൻഷൻഡ്, അദ്ദേഹം സൂചിപ്പിച്ചു. ദാറ്റ് വേർഡ്, ആ വാക്ക്, ദാറ്റ് വേർഡ് സൈലൻസ്ഡ് മൈ ഫിയർ. സൈലൻസ് എന്നാൽ നിശബ്ദമാക്കുക. സൈലൻസ്ഡ്, നിശബ്ദമാക്കി. ആ വേർഡ്, അദ്ദേഹത്തിൻ്റെ ആ വാക്ക് എൻ്റെ ഭയത്തെ നിശബ്ദമാക്കി. മൈ ഫിയർ എന്നാൽ ഭയം. സൈലൻസ്ഡ് മൈ ഫിയർ, എൻ്റെ ഭയത്തെ നിശബ്ദമാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഭയത്തെ നിശബ്ദമാക്കി. ഐ അഗ്രീഡ്, ഞാൻ സമ്മതിച്ചു. വെൻ, ആ സമയത്ത്, അപ്പോൾ. വെൻ ഐ ടോൾഡ് മൈ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞ സമയത്ത്. ഹി നോഡഡ്, അദ്ദേഹം തലയാട്ടി. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഇറ്റ് വാസ് ഗുഡ് ഫോർ മൈ കരിയർ, ഇത് എൻ്റെ കരിയറിന് നല്ലതാണ്, എൻ്റെ ജോലിക്ക് നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട്, പക്ഷേ. ഹി ഡിഡ് നോട്ട് സ്മൈൽ, പക്ഷേ അദ്ദേഹം പുഞ്ചിരിച്ചില്ല. ദ കോൺഫറൻസ് വാസ് ബിസി, ആ സമ്മേളനം തിരക്ക് പിടിച്ചതായിരുന്നു. വളരെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിന്. ദ ഹോട്ടൽ വാസ് ബിഗ് ആൻഡ് അൺഫെമിലിയർ. അൺഫെമിലിയർ എന്നാൽ പരിചയമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ആ ഹോട്ടൽ വലുതും പരിചയമില്ലാത്തതും ആയിരുന്നു. മീറ്റിംഗ്സ് ലാസ്റ്റഡ് ഓൾ ഡേ. ലാസ്റ്റ് എന്നാൽ നീണ്ടു നിൽക്കുക എന്നുള്ള അർത്ഥം. ലാസ്റ്റഡ് എന്നാൽ നീണ്ടു നിന്നു. ദിവസം മുഴുവൻ മീറ്റിങ്ങുകൾ നീണ്ടുനിന്നു. ഈവനിങ്സ് വെർ ഫിൽഡ് വിത്ത് കമ്പനി ഡിന്നേഴ്സ്. കമ്പനി ഡിന്നേഴ്സ് എന്നാൽ കമ്പനി സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നുകൾ. കമ്പനി ഡിന്നറുകൾ, ഇതൊക്കെയാണ് അർത്ഥം. വേർ ഫിൽഡ് എന്നാൽ നിറഞ്ഞിരുന്നു. വേർ ഫിൽഡ് വിത്ത്, ഇതിനെക്കൊണ്ട് നിറഞ്ഞിരുന്നു. കമ്പനി സംഘടിപ്പിക്കുന്ന അത്താഴങ്ങളാൽ വൈകുന്നേരങ്ങൾ നിറഞ്ഞിരുന്നു. അതായത് എല്ലാ വൈകുന്നേരങ്ങളിലും കമ്പനി ഡിന്നറുകൾ ഉണ്ടായിരുന്നു, അത്താഴ വിരുന്നുകൾ ഉണ്ടായിരുന്നു. ഓൺ ദ സെക്കൻഡ് നൈറ്റ്, രണ്ടാമത്തെ രാത്രി. ഐ ഡ്രാങ്ക്, ഞാൻ കുടിച്ചു. ഐ ഡ്രാങ്ക് മോർ ദാൻ ഐ ഷുഡ് ഹാവ്. മോർ ദാൻ എന്നാൽ അധികമായി എന്നുള്ള അർത്ഥമാണ്. അതിലധികം. ഐ ഷുഡ് ഹാവ് എന്നാൽ ഞാൻ കുടിക്കേണ്ടിയിരുന്നത് എന്നുള്ള അർത്ഥമാണ്. ഞാൻ കുടിക്കേണ്ടതിലധികം ഞാൻ കുടിച്ചു, അതാണ്. ഞാൻ കുടിക്കേണ്ട അളവിനേക്കാൾ കൂടുതൽ ഞാൻ കുടിച്ചു. ഞാൻ കുടിക്കാൻ പാടില്ലാത്തത്ര അധികം ഞാൻ മദ്യപിച്ചു, അതാണ് അർത്ഥം. ഐ ഡ്രാങ്ക് മോർ ദാൻ ഐ ഷുഡ് ഹാവ്. ഇവിടെ ഹാവ് എന്നതിന് കുടിക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ വാസ് തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു. എബൌട്ട് ഹോം, വീടിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഐ വാസ് തിങ്കിങ് എബൌട്ട് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഐ വാസ് തിങ്കിങ് എബൌട്ട് മൈ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ റിമെമ്പർ, ഞാൻ ഓർമ്മിക്കുന്നു. ഐ റിമെമ്പർ ലുക്കിംഗ് അപ്പ് മിസ്റ്റർ ഗ്രേഗ്, മിസ്റ്റർ ഗ്രേഗിനെ നോക്കി തല ഉയർത്തിയത് ഞാൻ ഓർക്കുന്നു. ഐ റിമെമ്പർ എന്നാൽ ഞാൻ ഓർമ്മിക്കുന്നു. ഹി വാസ് ഡ്രിങ്കിങ്, അദ്ദേഹം മദ്യപിക്കുകയായിരുന്നു. ഹി വാസ് ഡ്രിങ്കിങ് ടു, അദ്ദേഹവും മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സ്മൈൽഡ്, അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ഐ റിമെമ്പർ ഫീലിംഗ് ഡിസി. ഡിസി എന്നാൽ തല ചുറ്റുന്ന എന്നുള്ള അർത്ഥമാണ്, തലകറക്കമുള്ള. ഫീൽ എന്നാൽ തോന്നുക. ഫീലിംഗ് ഡിസി, തലകറക്കം തോന്നുക. തലകറക്കം അനുഭവപ്പെട്ടത് ഞാൻ ഓർമ്മിക്കുന്നു. ദെൻ ഐ റിമെമ്പർ നത്തിങ്, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നില്ല. അതിനുശേഷം മറ്റൊന്നും ഞാൻ ഓർമ്മിക്കുന്നില്ല. നത്തിങ് എന്നാൽ ഒന്നുമില്ല. ഐ റിമെമ്പർ നത്തിങ് എന്നാൽ ഞാൻ ഒന്നും ഓർമ്മിക്കുന്നില്ല.
ഐ വോക്കപ്പ് ഞാൻ ഉണർന്നു. ഐ വോക്കപ്പ് സ്ലോലി ഞാൻ സാവധാനം ഉണർന്നു. ദ റൂം വാസ് ക്വയറ്റ് മുറി ശാന്തമായിരുന്നു. മുറി നിശബ്ദമായിരുന്നു. ക്വയറ്റ് എന്നാൽ നിശബ്ദമായ. ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ സീലിംഗ്. സീലിംഗ് എന്നാൽ മേൽക്കൂര. റെക്കഗ്നൈസ് എന്നാൽ ഇവിടെ അർത്ഥം തിരിച്ചറിയുക എന്നുള്ള അർത്ഥം. റെക്കഗ്നൈസ്. ആ മുറിയിലെ സീലിംഗ് എനിക്ക് പരിചിതമായി തോന്നിയില്ല. ആ മേൽക്കൂര കണ്ടിട്ട് എനിക്ക് പരിചയം തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് എന്നാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആ മേൽക്കൂര കണ്ടപ്പോൾ അത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഫിയർ ഭയം. ഫിയർ റഷ്ഡ് ത്രൂ മീ. റഷ്ഡ് ത്രൂ മീ എന്നാൽ ഭയം പെട്ടെന്ന് കടന്നുപോയി എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഭയം എന്നെ കീഴടക്കി, ഇതൊക്കെയാണ് അർത്ഥം. പെട്ടെന്ന് ഭയം എന്നെ കീഴടക്കി. ഐ ചെക്ക്ഡ് ഞാൻ പരിശോധിച്ചു. ഐ ചെക്ക്ഡ് മൈ ക്ലോത്ത്സ് ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ പരിശോധിച്ചു. എവറിത്തിങ് വാസ് സ്റ്റിൽ ഇൻ പ്ലേസ്. ഇൻ പ്ലേസ് എന്നാൽ സ്ഥലത്ത്. എവറിത്തിങ് എന്നാൽ എല്ലാം. വാസ് സ്റ്റിൽ എന്നാൽ അപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. എല്ലാം അതാത് സ്ഥാനത്ത് തന്നെ അപ്പോഴും ഉണ്ടായിരുന്നു. ദെൻ ദ ഡോർ ഓപ്പൺഡ്. ആ സമയത്ത് വാതിൽ തുറന്നു. പിന്നീട് വാതിൽ തുറക്കപ്പെട്ടു. മിസ്റ്റർ ഗ്രേക്ക് കെയിം ഇൻ. മിസ്റ്റർ ഗ്രേക്ക് അകത്തേക്ക് വന്നു. കെയിം ഇൻ എന്നാൽ അകത്തേക്ക് വന്നു. മൈ ബോഡി ഫ്രോസ് എൻ്റെ ശരീരം മരവിച്ചു. ഹി സ്പോക്ക് ജെന്റ്ലി അദ്ദേഹം സൗമ്യമായിക്കൊണ്ട് സംസാരിച്ചു. ഹി സ്പോക്ക് എന്നാൽ സംസാരിച്ചു. ഹി സ്പോക്ക് ജെന്റ്ലി എന്നാൽ അദ്ദേഹം സൗമ്യമായിക്കൊണ്ട് സംസാരിച്ചു. ഹി എക്സ്പ്ലെയിൻഡ് അദ്ദേഹം വിവരിച്ചു. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഐ ഫെയിൻറ്റഡ്. ഫെയിൻറ്റ് എന്നാൽ ബോധം നഷ്ടമാവുക എന്നുള്ള അർത്ഥമാണ്. എനിക്ക് ബോധം നഷ്ടമായത് അദ്ദേഹം വിശദീകരിച്ചു. ഐ ഫെയിൻറ്റഡ് എന്നാൽ എനിക്ക് ബോധം നഷ്ടമായത്. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഹി കുഡ് നോട്ട് ലീവ് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ സാധിച്ചില്ല, അതൊക്കെയാണ് അർത്ഥം. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഹി കുഡ് നോട്ട് ലീവ് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ സാധിച്ചില്ല, വിട്ടുപോകാൻ സാധിച്ചില്ല. മീ എന്നെ അലോൺ. അലോൺ എന്നാൽ തനിച്ച്. എന്നെ തനിച്ച് വിട്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹി സെഡ് ഹി കുഡ് നോട്ട് ലീവ് മീ അലോൺ. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഹി സെഡ് നത്തിങ് ഹാപ്പൻഡ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഐ ബിലീവ്ഡ് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. ബട്ട് പക്ഷേ ബിലീഫ് ഡസ് നോട്ട് എറൈസ് ഫിയർ. എറൈസ് എന്നാൽ മായ്ച്ചു കളയുക എന്നുള്ള അർത്ഥം. മായ്ച്ചു കളയുക, തുടച്ചു മാറ്റുക. ബിലീഫ് എന്നാൽ വിശ്വാസം. ഫിയർ എന്നാൽ ഭയം. ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു, പക്ഷേ വിശ്വാസം ഭയത്തെ ഇല്ലാതാക്കുന്നില്ല. വിശ്വാസം ഭയത്തെ മായ്ച്ചു കളയുന്നില്ല. ബിലീഫ് ഡസ് നോട്ട് എറൈസ് ഫിയർ. വെൻ ഐ റിട്ടേൺഡ് ഹോം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ആ സമയത്ത് ഐ ഫെൽറ്റ് ഹെവി എനിക്ക് ദുഃഖം തോന്നി. എൻ്റെ ഹൃദയത്തിന് ഭാരം തോന്നി അല്ലെങ്കിൽ ദുഃഖം തോന്നി, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഫെൽറ്റ് ഹെവി. മൈ ചിൽഡ്രൻ എൻ്റെ കുട്ടികൾ. മൈ ചിൽഡ്രൻ ഹഗ്ഡ് മീ ടൈറ്റ്ലി. ടൈറ്റ്ലി എന്നാൽ ശക്തമായി. ഹഗ്ഡ് എന്നാൽ കെട്ടിപ്പിടിച്ചു. എൻ്റെ കുട്ടികൾ എന്നെ ശക്തമായി കെട്ടിപ്പിടിച്ചു. മൈ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവ്. മൈ ഹസ്ബൻഡ് സ്റ്റുഡ് ബിഹൈൻഡ് ദം. ബിഹൈൻഡ് ദം എന്നാൽ അവർക്ക് പിറകിൽ. സ്റ്റുഡ് എന്നാൽ നിന്നു. എൻ്റെ ഭർത്താവ് അവർക്ക് പിറകിൽ നിന്നു. ഐ കുഡ് നോട്ട് എനിക്ക് സാധിച്ചില്ല. ഐ കുഡ് നോട്ട് ലുക്ക് ഇൻ ടു ഹിസ് ഐസ്. ലുക്ക് എന്നാൽ നോക്കുക. ഐ കുഡ് നോട്ട് ലുക്ക് എനിക്ക് നോക്കാൻ സാധിച്ചില്ല. ഇൻ ടു ഹിസ് ഐസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 2 days later 2 ദിവസങ്ങൾക്ക് ശേഷം എവറിത്തിങ് ചേഞ്ച്ഡ് എല്ലാം മാറി മറിഞ്ഞു. മിസ്റ്റർ ഗ്രേക്സ് വൈഫ് മിസ്റ്റർ ഗ്രേക്കിൻ്റെ ഭാര്യ കെയിം ടു ദി ഓഫീസ് ഓഫീസിലേക്ക് വന്നു. കെയിം എന്നാൽ വന്നു. കെയിം ടു ദി ഓഫീസ് ഓഫീസിലേക്ക് വന്നു. ഷീ വാസ് കാം അവൾ നിശബ്ദയായിരുന്നു. ബട്ട് പക്ഷേ ഹെർ ഐസ് വെർ ഷാർപ്പ്. ഷാർപ്പ് എന്നാൽ മൂർച്ചയുള്ള എന്നുള്ള അർത്ഥമാണ്. കാം എന്നാൽ നിശബ്ദമായ. ഷീ വാസ് കാം എന്നാൽ അവൾ നിശബ്ദയായിരുന്നു. അവൾ ശാന്തയായിരുന്നു, പക്ഷേ അവളുടെ കണ്ണുകളിൽ തീക്ഷ്ണത ഉണ്ടായിരുന്നു. ഷീ ഹാഡ് സീൻ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ റെക്കോർഡ്സ് ഹോട്ടൽ രേഖകൾ. ഹോട്ടലിലെ രേഖകൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് സീൻ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ റെക്കോർഡ്സ്. ഷീ ഹാഡ് സീൻ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. റൂം നമ്പേഴ്സ് റൂം നമ്പറുകളും അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് സീൻ എന്നാൽ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ഷീ ന്യൂ അവൾക്ക് മനസ്സിലായി. ഷീ ന്യൂ ഐ ഹാഡ് സ്പെൻഡ് എന്നാൽ ഞാൻ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ദ നൈറ്റ് രാത്രി. ഇൻ ഹെർ ഹസ്ബൻഡ്സ് റൂം അവളുടെ ഭർത്താവിൻ്റെ റൂമിൽ ഞാൻ രാത്രി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ഷീ ന്യൂ അവൾക്ക് മനസ്സിലായി. ദ ട്രൂത്ത് സത്യം. ദ ട്രൂത്ത് ഡിഡ് നോട്ട് മാറ്റർ ടു ഹെർ. ദ ട്രൂത്ത് സത്യം ഡിഡ് നോട്ട് മാറ്റർ പ്രധാനമായിരുന്നില്ല അല്ലെങ്കിൽ കാര്യമാക്കിയിരുന്നില്ല എന്തൊക്കെയാണ് അർത്ഥം. ടു ഹെർ അവൾക്ക്. സത്യം എന്താണെന്നത് അവൾക്കൊരു കാര്യമായിരുന്നില്ല. സത്യത്തിന് അവൾ പ്രാധാന്യം നൽകിയിരുന്നില്ല. സത്യം എന്താണെന്ന് അവൾക്ക് ഒരു കാര്യമായിരുന്നില്ല. ദ ട്രൂത്ത് ഡിഡ് നോട്ട് മാറ്റർ ടു ഹെർ. റൂമേഴ്സ് എന്നാൽ കിംവദന്തി എന്നുള്ള അർത്ഥമാണ്. റൂമേഴ്സ് കിംവദന്തികൾ സ്പ്രെഡ് പടർന്നു. ക്വിക്ക്ലി എന്നാൽ വേഗത്തിൽ. പെട്ടെന്ന് വേഗത്തിൽ കിംവദന്തികൾ പടർന്നു. ആളുകൾ ലുക്ക്ഡ് അറ്റ് മീ ഡിഫറൻ്റ്ലി ആളുകൾ എന്നെ വ്യത്യസ്തമായ രീതിയിൽ നോക്കി. ആളുകളുടെ എന്നോടുള്ള നോട്ടത്തിൽ മാറ്റമുണ്ടായിരുന്നു. മുമ്പ് നോക്കിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭാവത്തോടെയോ സമീപനത്തോടെയോ ആയിരുന്നു ആളുകൾ എന്നെ നോക്കിയിരുന്നത്. അതാണ് അർത്ഥം. പീപ്പിൾ ലുക്ക്ഡ് അറ്റ് മീ ഡിഫറൻ്റ്ലി. അങ്ങനെയാണ് ആളുകൾ എന്നെ നോക്കിയത്. വിസ്പേഴ്സ് എന്നാൽ പതുക്കെ പറയുക. വിസ്പേഴ്സ് എന്നാൽ പതുക്കെ പറയലുകൾ അല്ലെങ്കിൽ കുശുകുശുപ്പുകൾ. ഫോളോഡ് മീ എന്നെ പിന്തുടർന്നു. ഇൻ ദ ഹാൾവേസ്. വിസ്പേഴ്സ് പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരങ്ങൾ. ഫോളോഡ് മീ എന്നെ പിന്തുടർന്നു. ഇൻ ദ ഹാൾവേസ് ഇടനാഴികളിൽ എന്നെ ചെറിയ തോതിലുള്ള സംസാരങ്ങൾ, പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരങ്ങൾ എന്നെ പിന്തുടർന്നു. ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ദ ന്യൂസ് ഈ വാർത്ത എത്തിച്ചേർന്നു മൈ ഹസ്ബൻഡ്. ഈ വാർത്ത എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും എത്തിച്ചേർന്നു. ഭർത്താവിൻ്റെ അടുക്കലേക്കും ഈ വാർത്ത എത്തി. ദാറ്റ് ഈവനിങ് അന്ന് വൈകുന്നേരം. ഹി ഡിഡ് നോട്ട് കം ഹോം അന്ന് വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് വന്നില്ല. ഹി ഡിഡ് നോട്ട് കം അദ്ദേഹം വന്നില്ല. ഹോം വീട്ടിലേക്ക്. അന്ന് വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് വന്നില്ല. വൺ നൈറ്റ് പാസ്ഡ് ഒരു രാത്രി കടന്നുപോയി. ദെൻ അനദർ അതിനുശേഷം മറ്റൊരു രാത്രി കടന്നുപോയി. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് ഞാൻ ഉറങ്ങിയില്ല. ഐ റീപ്ലൈഡ് എവറിത്തിങ് ഇൻ മൈ മൈൻഡ് ഞാൻ നടന്നതല്ല മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. അതാണ് അർത്ഥം. ഐ റീപ്ലൈഡ് എവറിത്തിങ് ഇൻ മൈ മൈൻഡ് സംഭവങ്ങളല്ല ഞാൻ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടേയിരുന്നു. ഇൻ മൈ മൈൻഡ് എന്നാൽ എൻ്റെ മനസ്സിൽ. എവറിത്തിങ് എന്നാൽ എല്ലാം. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എന്നുള്ള അർത്ഥമാണ്. ഐ റിപ്ലൈഡ് ഞാൻ വീണ്ടും വീണ്ടും ഓർത്തു, മനസ്സിൽ പുനർസൃഷ്ടിച്ചു. ഐ ബ്ലെയിംഡ് ഞാൻ കുറ്റപ്പെടുത്തി. മൈസെൽഫ് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി. ഫോർ ഡ്രിങ്കിങ് ഞാൻ മദ്യപിച്ചതിന് എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തി. ബ്ലെയിംഡ് എന്നാൽ കുറ്റപ്പെടുത്തുക. ബ്ലെയിംഡ് കുറ്റപ്പെടുത്തി. ബ്ലെയിം കുറ്റപ്പെടുത്തുക. ബ്ലെയിംഡ് കുറ്റപ്പെടുത്തി. മൈസെൽഫ് എന്നെ തന്നെ ഞാൻ കുറ്റപ്പെടുത്തി. ഫോർ ഡ്രിങ്കിങ് മദ്യപിച്ചതിന്. ഐ ബ്ലെയിംഡ് മൈസെൽഫ് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി. ഫോർ ട്രസ്റ്റിംഗ് വിശ്വസിച്ചതിന്. ഓൺ ദ തേർഡ് ഡേ മൂന്നാമത്തെ ദിവസം. മൈ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവ്. കെയിം ബാക്ക് തിരിച്ചു വന്നു. ഓൺ ദ തേർഡ് ഡേ മൂന്നാം ദിവസം. മൈ ഹസ്ബൻഡ് കെയിം ബാക്ക് എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു. ഹി ലുക്ക് ടയേർഡ് അദ്ദേഹത്തെ ക്ഷീണിതനായി കാണപ്പെട്ടു. അദ്ദേഹം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഐ സാറ്റ് ഞാൻ ഇരുന്നു. ഐ സാറ്റ് വിത്ത് ഹിം അറ്റ് ദ ടേബിൾ ഞാൻ ടേബിളിൽ മേശയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. ഐ ടോൾഡ് ഹിം എവറിത്തിങ് സ്ലോലി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എവറിത്തിങ് എല്ലാ കാര്യങ്ങളും. സ്ലോലി സാവധാനം ഞാൻ അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഐ ഡിഡ് നോട്ട് ക്രൈ ഞാൻ കരഞ്ഞില്ല. ഐ ഡിഡ് നോട്ട് ഡിഫെൻഡ് മൈസെൽഫ് ലൗഡ്ലി ഡിഫെൻഡ് എന്നാൽ പ്രതിരോധിക്കുക. ലൗഡ്ലി എന്നാൽ ഉച്ചത്തിൽ. ഡിഫെൻഡ് മൈസെൽഫ് എന്നതിന് ഇവിടെ അർത്ഥം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള അർത്ഥമാണ്. ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ പ്രതിരോധിച്ചില്ല. അതാണ് അർത്ഥം. ഐ എക്സ്പ്ലെയിൻഡ് ഞാൻ വിവരിച്ചു. വാട്ട് ഹാപ്പൻഡ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു. ഐ എക്സ്പ്ലെയിൻഡ് ഞാൻ വിശദീകരിച്ചു. വാട്ട് ഡിഡ് നോട്ട് ഹാപ്പൻ എന്താണ് സംഭവിക്കാത്തത്.
അത് ഞാൻ വിശദീകരിച്ചു. സംഭവിക്കാത്ത കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. സംഭവിച്ചത് ഞാൻ വിശദീകരിച്ചു. ഹി ലിസൺഡ്. അദ്ദേഹം ഞാൻ പറയുന്നത് കേട്ടു. ദെൻ ശേഷം ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം എഴുന്നേറ്റു. ആൻഡ് ലെഫ്റ്റ് ദ റൂം. എന്നിട്ട് ആ റൂമിൽ നിന്നും അദ്ദേഹം പോയി. ലെഫ്റ്റ് ദ റൂം എന്നാൽ റൂമിൽ നിന്നും പോയി. സ്റ്റുഡ് അപ്പ് എന്നാൽ എഴുന്നേറ്റു നിന്നു. ഞാൻ പറയുന്നതെല്ലാം അദ്ദേഹം കേട്ടു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് റൂമിൽ നിന്നും അദ്ദേഹം പോയി. ദാറ്റ് സൈലൻസ്. ആ നിശബ്ദത. അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദത. സെഡ്. പറഞ്ഞിരുന്നു. മോർ ദാൻ ഷൗട്ടിങ്. അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദത ഉച്ചത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശബ്ദം വച്ച് ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദത പറഞ്ഞിരുന്നു. ലൈഫ് കണ്ടിന്യൂഡ്. ജീവിതം തുടർന്നു. ജീവിതം മുന്നോട്ടേക്ക് പോയി. മൈ ഹസ്ബൻഡ് സ്റ്റേയ്ഡ്. എൻ്റെ ഭർത്താവ് നിന്നു. ബട്ട് ഹി ചേഞ്ച്ഡ്. പക്ഷെ അദ്ദേഹം മാറിയില്ല. എൻ്റെ ഭർത്താവ് വീട്ടിൽ തന്നെ നിന്നു. പക്ഷേ അദ്ദേഹം മാറിയില്ല. അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നില്ല. ഹി സ്പോക്ക് ലെസ്. അദ്ദേഹം കുറച്ചേ സംസാരിച്ചുള്ളൂ. ലെസ് എന്നാൽ കുറച്ച്. ഹി അവോയ്ഡഡ് മൈ ഐസ്. എൻ്റെ കണ്ണുകൾ അദ്ദേഹം ഒഴിവാക്കി. അതായത് എൻ്റെ കണ്ണുകളിലേക്ക് അദ്ദേഹം നോക്കിയില്ല. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുമാറി. ഇതൊക്കെയാണ് അർത്ഥം. ഹി അവോയ്ഡഡ് മൈ ഐസ്. വി ലീവ്ഡ്. ഞങ്ങൾ ജീവിച്ചു. ഇൻ ദ സെയിം ഹൗസ്. അതേ വീട്ടിൽ ഞങ്ങൾ ജീവിച്ചു. ബട്ട് പക്ഷേ നോട്ട് ടുഗദർ. പക്ഷേ ഒരുമിച്ചല്ല. മൈ മദർ ഇൻ ലോ. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വിസിറ്റഡ് മോർ ഓഫൺ. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ മുമ്പത്തേക്കാൾ കൂടുതൽ വീട്ടിൽ വരാൻ തുടങ്ങി. ഷീ സെഡ് നത്തിങ്. അവൾ ഒന്നും പറഞ്ഞില്ല. ഭർത്താവിൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. ബട്ട് പക്ഷേ ഹെർ ലുക്സ് വെർ ഇനഫ്. പക്ഷെ അവളുടെ നോട്ടം മതിയായിരുന്നു. ഇവിടെ ഹെർ ലുക്സ് വെർ ഇനഫ് എന്നതിനർത്ഥം ഒന്നും പറയാതെ തന്നെ ഭർത്താവിൻ്റെ അമ്മയുടെ മുഖഭാവവും നോട്ടവും അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നുള്ള അർത്ഥമാണ്. അവൾ അമ്മായിയമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ നോട്ടം തന്നെയെല്ലാം വ്യക്തമാക്കിയിരുന്നു. ഷീ സെഡ് നത്തിങ്. അവളൊന്നും പറഞ്ഞില്ല. വിസിറ്റഡ് മോർ ഓഫൺ. കൂടുതൽ ഇടയ്ക്കിടെ. മുമ്പത്തേക്കാളും കൂടുതൽ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നു എന്നുള്ള അർത്ഥം. വിസിറ്റഡ് മോർ ഓഫൺ. എൻ്റെ അമ്മായിയമ്മ മുമ്പത്തേക്കാൾ കൂടുതൽ തവണ വീട്ടിൽ വരാൻ തുടങ്ങി. അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവളുടെ നോട്ടം തന്നെ മതിയായിരുന്നു. ആ നോട്ടത്തിൽ തന്നെയെല്ലാം ഉണ്ടായിരുന്നു. അറ്റ് വർക്ക്. ജോലി സ്ഥലത്ത്. മിസ്റ്റർ ഗ്രേഗ് റിസൈൻഡ് ക്വയറ്റ്ലി. റിസൈൻ എന്നാൽ ജോലി രാജിവയ്ക്കുക. ഗ്രേഗ് ഒന്നും പറയാതെ നിശബ്ദമായിക്കൊണ്ട് അദ്ദേഹം ജോലി രാജിവച്ചു. ഹിസ് മാരേജ് സഫേർഡ്. ഹിസ് മാരേജ്. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം. സഫേർഡ്. സഫർ എന്നാൽ ഇവിടെ അർത്ഥം നേരിടുക, തകർച്ച നേരിടുക എന്നുള്ള അർത്ഥമാണ്. ഹിസ് മാരേജ് സഫേർഡ്. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച നേരിട്ടു. സോ ഡിഡ് മൈൻ. എൻ്റേതും. മൈൻ എന്നാൽ എൻ്റേതും. എൻ്റെ ജീവിതത്തിലും തകർച്ച നേരിട്ടു. ഐ റിമെയിൻഡ്. ഞാൻ തുടർന്നു. ഐ റിമെയിൻഡ് ഇൻ മൈ ജോബ്. ഞാൻ എൻ്റെ ജോലിയിൽ തുടർന്നു. ബട്ട് പക്ഷേ ഐ ഫെൽറ്റ്. എനിക്ക് തോന്നി. ഐ ഫെൽറ്റ് സ്മോളർ. ഐ ഫെൽറ്റ് സ്മോളർ എന്നാൽ എനിക്ക് എന്നെ തന്നെ ചെറുതായ പോലെ തോന്നി എന്നുള്ള അർത്ഥമാണ്. എൻ്റെ ആത്മവിശ്വാസവും എൻ്റെ വിലയും പ്രാധാന്യവും കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി എന്നാണ് അർത്ഥം. സം മിസ്റ്റേക്സ് ആർ നോട്ട് അബൌട്ട് ആക്ഷൻസ്. ചില തെറ്റുകൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ല, നമ്മൾ എടുത്ത തീരുമാനങ്ങളോ തിരഞ്ഞെടുത്ത വഴികളോ കൊണ്ടാണ്. They are about choices that look harmless. I wanted recognition. Recognition എന്നാൽ അംഗീകാരം എന്നുള്ള അർത്ഥമാണ്. ചോയ്സസ് തീരുമാനങ്ങൾ. ചോയ്സസ് that look harmless. ഇതിനർത്ഥം ദോഷകരമല്ലെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. I wanted recognition എന്നാൽ എനിക്ക് അംഗീകാരം വേണമായിരുന്നു. അംഗീകാരം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ചില തെറ്റുകൾ നമ്മൾ ചെയ്ത കാര്യങ്ങളിലല്ല തെറ്റ്. തെറ്റൊന്നുമില്ലെന്ന് തോന്നിച്ച ചില തീരുമാനങ്ങളിലാണ്. എനിക്ക് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കണമായിരുന്നു. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹാംലെസ് എന്നാൽ ദോഷകരമല്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ചോയ്സസ് എന്നാൽ തീരുമാനം.
ഐ വാണ്ടഡ് എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് വേണമായിരുന്നു. ഐ വാണ്ടഡ് ടു ഫീൽ ഇമ്പോർട്ടൻറ്റ്, എനിക്ക് പ്രാധാന്യമുള്ള ഒരാളാകണമെന്ന് തോന്നണമായിരുന്നു. പ്രാധാന്യമുള്ള ഒരു ആളാകണമെന്ന് എനിക്ക് തോന്നാനായിരുന്നു എനിക്ക് ആഗ്രഹം. ദാറ്റ് വാണ്ട്, ആ ആഗ്രഹം, കോസ്റ്റ് മീ പീസ്. പീസ് എന്നാൽ സമാധാനം. കോസ്റ്റ് എന്നാൽ ഇവിടെ അർത്ഥം നഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. വിലയായി കൊടുക്കേണ്ടി വരിക. ഇവിടെ അർത്ഥം നഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് വാണ്ട്, ആ ആഗ്രഹം, ദാറ്റ് വാണ്ട് കോസ്റ്റ് മീ പീസ്. ആ ആഗ്രഹം, മുമ്പ് പറഞ്ഞ ആ ആഗ്രഹം എൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി. ദാറ്റ് വാണ്ട് കോസ്റ്റ് മീ പീസ്, ആ ആഗ്രഹം എനിക്ക് എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി. നൗ, ഇപ്പോൾ, വി മൂവ് ത്രൂ ലൈഫ്, ഇപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ, സൂക്ഷിച്ച്. ഇവിടെ മൂവ് ത്രൂ ലൈഫ് എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബന്ധത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്, വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടും കൂടെയാണ്. കെയർഫുള്ളി എന്നാൽ ശ്രദ്ധയോടെ. വി ഈറ്റ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ടുഗദർ എന്നാൽ ഒരുമിച്ച്. വി ഈറ്റ് എന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. വി സ്ലീപ്പ്, ഞങ്ങൾ ഉറങ്ങുന്നു. ഇൻ ദ സെയിം ബെഡ്, ഒരേ ബെഡിൽ ഞങ്ങൾ ഉറങ്ങുന്നു. വി സ്ലീപ്പ് എന്നാൽ ഉറങ്ങുന്നു. ഇൻ ദ സെയിം ബെഡ്, ഒരേ ബെഡിൽ. ബട്ട് പക്ഷേ, സംതിങ് ഈസ് മിസ്സിങ്, പക്ഷേ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്ന എന്തോ ഒന്ന്, ഒരു കാര്യം ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ ഒന്ന് കുറവുണ്ട്. ലവ് ഡിഡ് നോട്ട് ഡിസപ്പിയർ, സ്നേഹം അപ്രത്യക്ഷമായിട്ടില്ല. ഡിസപ്പിയർ എന്നാൽ അപ്രത്യക്ഷമാവുക. ലവ് ഡിഡ് നോട്ട് ഡിസപ്പിയർ, സ്നേഹം അപ്രത്യക്ഷമായിട്ടില്ല. ട്രസ്റ്റ് തിൻഡ്, തിൻ എന്നർത്ഥം കട്ടി കുറയുക എന്നുള്ള അർത്ഥമാണ്. തടി കുറയുക, മെലിയുക. ഇവിടെ തിൻഡ് എന്നതിനർത്ഥം കുറഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ദുർബലമായി, വിശ്വാസം ദുർബലമായി, വിശ്വാസം കുറഞ്ഞു. മുമ്പുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള വിശ്വാസം നഷ്ടമായി എന്നാണ് അർത്ഥം. ട്രസ്റ്റ് തിൻഡ്. ആൻഡ് സം തിങ്സ് വൺസ് ബ്രോക്കൺ ക്വയറ്റ്ലി നെവർ ഫുള്ളി റിട്ടേൺ. ക്വയറ്റ്ലി എന്നാൽ നിശബ്ദമായി, പതുക്കെ. വൺസ് ബ്രോക്കൺ എന്നാൽ ഒരിക്കൽ തകർന്നത്. നെവർ എന്നാൽ ഒരിക്കലുമില്ല. നെവർ ഫുള്ളി റിട്ടേൺ, റിട്ടേൺ എന്നാൽ തിരിച്ചു വരിക. ഫുള്ളി എന്നാൽ പരിപൂർണമായി, പൂർണ്ണമായി. ഒരു ബന്ധത്തിൽ വിശ്വാസമോ അടുപ്പമോ ഒരിക്കൽ തകർന്നാൽ പിന്നീട് അത് പൂർണ്ണമായും പഴയതുപോലെ തിരിച്ചു വരണമെന്നില്ല. ഒരിക്കലും അത് തിരിച്ചു വരികയില്ല. ഇവിടെ തിങ്സ് എന്നതിനർത്ഥം വിശ്വാസം, അടുപ്പം, ബന്ധത്തിലെ സുരക്ഷിതത്വം, ഇതൊക്കെയാണ് അർത്ഥം. ഒരു ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഒരിക്കൽ തകർന്നു കഴിഞ്ഞാൽ അവ പിന്നീട് പൂർണ്ണമായും പഴയതുപോലെ ആകണമെന്നില്ല.